65 വർഷത്തെ വിശ്വസ്തത, തലമുറകൾ നെഞ്ചേറ്റിയ ഗുണമേന്മയുടെ സമാനതകളില്ലാത്ത പാരമ്പര്യം. മനം കവരുന്ന പട്ടുസാരികൾ, ഡിസൈനർ വെയറുകൾ, മനോഹരമായ ലഹങ്കകൾ, പാർട്ടി വെയർ ചുരിദാറുകൾ, കുർത്തകൾ, ജെൻസ് കിഡ്സ് വസ്ത്രങ്ങൾ, കൂടാതെ എല്ലാത്തരം പ്രായക്കാർക്കുമുള്ള ലേറ്റസ്റ്റ് കളക്ഷനുകളുടെ വിപുലമായ ശേഖരം. കല കാലത്തിനൊപ്പം കമനീയമായി. കല ടെക്സ്റ്റൈൽസ്, ഓട്ടുപാറ. കോൺടാക്ട് 0488423265. ലോക്സഭാ സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ ഭരണകൂടത്തെ വിമർശിച്ച് കെ രാധാകൃഷ്ണൻ MP. സ്പീക്കർ നിഷ്പക്ഷനായിരിക്കണമെന്നും സർക്കാരിന്റെ വക്താവാകരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സഭാനാഥൻ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കണമെന്ന് കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. കേവലം സർക്കാർ വക്താവായി മാറുന്നതിന് പകരം ജനാധിപത്യത്തിലെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ സ്പീക്കർ തയ്യാറാകണം. സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനം ശക്തിപ്പെടുത്തണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ജനാധിപത്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടി നമുക്ക് കഴിയണം. ആ കാര്യത്തിൽ ഈ ഗവൺമെൻറ് ഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പ്രമേയത്തിൽ അടിസ്ഥാനപരമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പ്രതിപക്ഷം ശ്രമിച്ചത്. അപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെയും ന്യൂനപക്ഷത്തിൻ്റെയും താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രസക്തി. അങ്ങനെ ഭൂരിപക്ഷത്തിൻ്റെയും ന്യൂനപക്ഷത്തിൻ്റെയും താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് നമുക്കറിയാൻ തിരഞ്ഞെടുക്കപ്പെടുന്നത് നമ്മുടെ ബഹുമാനായ സ്പീക്കറുടെ ചുമതല. നിഷ്പക്ഷമായി സഭയെ നയിക്കുക, സഭാനാഥനായി സഭയെ നയിക്കുക. അങ്ങനെ നിഷ്പക്ഷനായി ഭരണകക്ഷിക്കും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിനും ഒരേപോലെയുള്ള നീതി നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റാണ് നമ്മുടെ സ്പീക്കറുടേത്. അപ്പോൾ ആ സ്പീക്കർ പദവി ഇരുകൂട്ടരെയും ഒരുപോലെ കാണാനുള്ള മനസ്സാണ് കാണിക്കുന്നത്. ഭരണകക്ഷിക്ക് ഒരു നീതിയും പ്രതിപക്ഷത്തിന് മറ്റൊരു നീതിയും നൽകുന്നത് ശരിയായ രീതിയല്ല എന്നുള്ളത് നമ്മളെല്ലാം ചർച്ച ചെയ്തതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പാർലമെൻറ്റിൽ വന്നിട്ട് പോകുന്ന 3/4 കൊല്ലം. പാർലമെൻറ്റിലെ സംവിധാനവും അസംബ്ലിയിലെ സംവിധാനവും വ്യത്യസ്തമാണ്. ഞാൻ അസംബ്ലിയിൽ 5 വർഷക്കാലം സ്പീക്കറായിരുന്ന ഒരാളാണ്. അന്ന് ഭരണകക്ഷിയും പ്രതിപക്ഷത്തെയും എല്ലാം ഒരുപോലെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ച ഒരു വ്യക്തി കൂടിയാണ്. പക്ഷേ ഇവിടെ കാണുന്നത് ഭരണകക്ഷിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പദവി നൽകുന്നു, പ്രതിപക്ഷത്തിന് വേണ്ട രീതിയിലുള്ള അവസരം കൊടുക്കാതിരിക്കുക. You are watching VCV News.